ഞാൻ എൻ്റെ മറാക്കുയ ജ്യൂസിൽ നിന്ന് ഞാൻ എൻ്റെ എപ്പിസോഡ് തുടങ്ങുവാണ്. മറാക്കുയയും ഒരു ബ്രെഡും കഴിക്കുന്നു. എന്നിട്ട് ഞാൻ ഇനി പോകുന്നത് എൻ്റെ നെക്സ്റ്റ് രാജ്യമായിട്ടുള്ള ചിലയിലോട്ടാണ്. അടിപൊളി. ഇവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഞാൻ നമ്മുടെ സദേൺ ഭാഗത്തോട്ട് പോയിട്ട് നമ്മുടെ ചിലയിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നു. കാണുന്ന ഷെയർ ടാക്സിയിൽ ഞാൻ നമ്മുടെ ബോർഡറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെറുവിൻ്റെ ബോർഡർ. പുള്ളിക്കാരൻ വെറും കള്ളനാണ് കേട്ടോ. ആദ്യം ഞാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് 100 സോളസാണ് ചോദിച്ചത്. 100 സോളസ് എന്ന് പറയുമ്പോൾ 3000 രൂപ അടുപ്പിച്ച്. പിന്നെ പുള്ളിക്കാരൻ 50 ആക്കി. പിന്നെ ഷെയർ ടാക്സിക്ക് പോവുകയാണെങ്കിൽ 30 സോളസ് കൊടുക്കണമെന്ന്. ആദ്യം പറഞ്ഞ 50 സോളസ്, പിന്നെ 30. എനിക്കറിയാമായിരുന്നു ഇവിടെ 10 ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് പറഞ്ഞു പുള്ളിക്കാരൻ 20 പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല 10 തരാൻ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഒരു 10 കയറി. മറ്റുള്ള ആളുകൾക്കെല്ലാം പുള്ളിക്കാരൻ അവർ ഇവിടുത്തെ ലോക്കലാണല്ലോ, അവരെ നിന്ന് 10 വാങ്ങുള്ളൂ, വേറെ കൂടുതൽ വാങ്ങില്ല. ഞാൻ നമ്മുടെ എമിഗ്രേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഏരാ എമിഗ്രേഷനിൽ പോയിട്ട് എക്സിറ്റ് ഒന്നും ചെയ്യിച്ചില്ല. എനിക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞു അപ്പുറത്ത് പോകുന്നു. അങ്ങനെ നടന്ന് ഞാൻ ചിലയിലോട്ട് പോവാണ്. ബിയൻവെനീദോ, വെൽക്കം ചിലെ. രാവിലെ തന്നെ വലിയ പണികളാണ്. കാരണം ഞാൻ പെറുവിൽ എൻ്റർ ചെയ്തത് എൻ്റെ പഴയ പാസ്പോർട്ട് വെച്ചല്ലേ. ഇപ്പം എനിക്ക് പുതിയ പാസ്പോർട്ട് കിട്ടിയല്ലോ. അപ്പോൾ പുതിയ പാസ്പോർട്ട് വെച്ചല്ല ഞാൻ ഈ രാജ്യത്ത് എൻ്റർ ചെയ്തത്. പക്ഷേ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയ പാസ്പോർട്ട് വെച്ചാൽ. അപ്പോൾ പഴയ പാസ്പോർട്ടിൽ നിന്ന് പുതിയ പാസ്പോർട്ടിലേക്ക് എൻ്റെ വിസ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് വേറെ സ്ഥലത്ത് പോകണം. ഇല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയി കുറച്ച് പൈസ അടച്ചിട്ട് പിന്നെ ഓൺലൈനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം ഇനി എനിക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. മെനക്കേടെന്ന് പറഞ്ഞാൽ മെനക്കേടാണ്. ഈ കാര്യം എൻ്റെ തെറ്റാണ് കേട്ടോ. ഞാനത് മുമ്പേ ചെയ്ത് വെക്കേണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ബാങ്കിൽ പോയി പൈസ അടച്ചു. ഇനി ഞാൻ ബോർഡറിൽ പോയിട്ട് കുറച്ച് പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോകുന്നു. സ്വന്തമായിട്ട് ചെയ്യാം ഓൺലൈനിൽ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഓഫീസിൽ അടുത്ത സിറ്റിയിൽ പോകണം കേട്ടോ. അത് വലിയ പാടാണ്. എല്ലാം കഴിഞ്ഞ് വന്നിട്ടും 1 മണിക്കൂറിൽ കൂടുതൽ പ്രൊസീജിയർ എന്തോ ഉണ്ടോ, എന്തൊക്കെ എഴുതി കൊടുക്കണം, എന്തൊക്കെ എന്തോ കേട്ടോ ഇവിടെ നടക്കുന്നത്. പെറുവിൻ്റെ കഴിഞ്ഞു. ഇനി ചിലയുടെ ആണ് കേട്ടോ അടുത്ത പ്രശ്നം വരുന്നത്. പെറുവിൻ്റെ 2 മണിക്കൂർ നിന്നു. ഇനി ചിലയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയുന്നതാണ്. നമുക്ക് ചിലയിൽ ഇതുപോലെ നടന്നു പോകാനുള്ള അധികാരമില്ല. ചിലയിലും കയറാനായിട്ട് സാധിച്ചു. ഈ കാണുന്നതാണ് നമ്മുടെ ചിലിയൻ ഫ്ലാഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ചിലയിൽ കയറാനായിട്ട് വിസ വേണം. ബട്ട് US-ൻ്റെ വിസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് US-ൻ്റെ വിസ എൻ്റെ എക്സ്പയർഡ് പാസ്പോർട്ടിലാണ്. US-ൻ്റെ വിസ വാലിഡ് ആണ്. എന്നാലും ഇപ്പോൾ ഉപയോഗിക്കുന്ന പാസ്പോർട്ടിൽ US വിസ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഡിനേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഡിനേ ഒന്നും ചെയ്തില്ല. വളരെ സ്മൂത്തായിരുന്നു, ഈസി ആയിരുന്നു. ഞാനങ്ങനെ ഇവരുടെ കൂടെ ബസ്സിൽ പോകാൻ വേണ്ടി ഇവിടെ നിൽക്കുക. ആളുകൾ പെറുവിൽ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. കാരണം പെറുവിൽ എക്സ്പെൻസീവാണ്. പെറുവിൽ ചീപ്പാണ്, ചിലയിൽ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ബസ്സിൽ പോകുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് വരുന്നവരുണ്ടോ. ഇതൊക്കെ ഒലിവ. അവരാദ്യം പറഞ്ഞു എനിക്ക് നടന്നു പോകാൻ പറ്റൂല. ഞാൻ അവരുടെ അടുത്ത് വീണ്ടും പോയി ചോദിച്ചു. അവർ പറഞ്ഞു നടന്നു പോയിക്കോളാൻ പറഞ്ഞു. വെൽക്കം ടു ചിലെ, വൺ ഓഫ് ദ എക്സ്പെൻസീവ് കൺട്രി. അറ്റക്കാമ മരുഭൂമിയുടെ നാടാണ്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. ഇപ്രാവശ്യത്തെ എൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു അറ്റക്കാമ മരുഭൂമിയിലൂടെ, അതായത് വേൾഡിലെ അതായത് ഏറ്റവും ഡ്രൈയസ്റ്റ് പ്ലേസ്. 6ാം വയസ്സിൽ എനിക്ക് അറ്റക്കാമയെ കുറിച്ച് അറിയായിരുന്നു. അതുപോലെ തന്നെ മാച്ചു പിച്ചു. പക്ഷെ മാച്ചു പിച്ചു പോയിട്ടില്ല. ഞാൻ വീണ്ടും വരും, കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരു അർബാന പോലത്തുള്ള ഒരു ഉന്തുവണ്ടിയും തള്ളിക്കൊണ്ട് ഡെസേർട്ടിലൂടെ ഒരു 3-4 ആഴ്ച പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം പോകുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ആയിട്ട് ഒരു ട്രിപ്പ് നടത്തിയിട്ട് ഒരു സ്ഥലത്ത് പോകണം. എവിടെയാണെന്ന് പറയാം. മരുഭൂമി കാണുമ്പോൾ എനിക്കില്ലാത്ത ഒരു സന്തോഷമില്ല. ഇവിടെ ഫുള്ള് പട്ടാളക്കാരന്മാരുടെ സ്ഥലമാണ്. ഈ പട്ടാളക്കാർ നിൽക്കുന്ന തന്നെ കാണാൻ സാധിക്കില്ല. കാരണം ഇവരുടെ കളറിന്റെ ഡ്രസ്സും ഈ മണലിന്റെ ഡ്രസ്സും ഒന്നാണ്. എനിക്കെന്തോ മരുഭൂമി ഒരു ത്രില്ലടിച്ച് കയറി കേട്ടോ. സത്യത്തിൽ ഇത്രയും ദിവസം ഞാൻ യാത്രയ്ക്ക് നിർത്തി വെച്ചിട്ട് യാത്ര തുടങ്ങിയതല്ലേ ഒന്ന് ഫുള്ളായിട്ട്. അപ്പൊ എനിക്കൊരു വലിയൊരു മൂഡ് കിട്ടിയില്ല, ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ. ബട്ട് ഇന്ന് ഈ മരുഭൂമി കണ്ടപ്പോ ആ മൂഡൊക്കെ വന്നു കേട്ടോ. ഇടയിൽ നമുക്ക് ലിഫ്റ്റ് കൂടെ അടിക്കാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, പെലിഗ്രോ സോണാ, ഡേഞ്ചറസ് സോൺ ആണ് കേട്ടോ ഇവിടെ. Muchas gracias. It's my first day in Chile. Primer día, sí. Mi Perú, Chile. ¿Cuánto tiempo en Perú? അങ്ങനെ ബൊളീവിയയിലോട്ട് പോകാനായിട്ട് ഞാൻ നേരെ ബൊളീവിയ പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു കാരണമുണ്ട്, ഞാൻ പറയാം. They go to Bolivia? Okay. Muchas gracias.
ഓക്കെ ബൈ. ഇവിടെ നിന്ന് ഇങ്ങനെ ഹിച്ചക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു മനുഷ്യരും വണ്ടി നിർത്തി തരുന്നില്ല. ഇവിടെ നിന്ന് 3 മണിക്കൂർ ഈ മലയുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചാൽ നമ്മുടെ ബൊളീവിയ എത്തും. ഇതാ ഫുള്ള് മലകളാണ് കേട്ടോ, മരുഭൂമി. ലിഫ്റ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ഞാനങ്ങനെ അവസാനം ഒരു ബസ്സിൽ കയറിയിട്ട് പോവാണ്. 30 കിലോമീറ്റർ പോകുന്ന ഒരു ബസ്സിൽ കയറി. സ്കൂൾ വിട്ടൊക്കെ പോകുന്ന കുറേ കുട്ടികൾ ഈ ബസ്സിലുണ്ട്. ഇത് ഫുള്ള് കൃഷിയിടങ്ങളാണ് കേട്ടോ, പലതരത്തിലുള്ള കൃഷി. ഫുള്ള് ഇതുപോലുള്ള മരുഭൂമി മലകളും സംഭവങ്ങളും മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഏതോ വില്ലേജ് റോഡിലൂടെ ഇങ്ങനെ പോവുക. ഒരാൾ കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ഇവിടേക്ക് ആളുകൾ എങ്ങനെ ജീവിക്കുന്നുണ്ടോ. ഫുള്ള് മരുഭൂമി മാത്രം. ഫെർണാണ്ടോ, എനിക്ക് വഴിയിൽ നിന്ന് നമ്മുടെ ഫെർണാണ്ടോനെ കിട്ടി. കൊളംബിയക്കാരനാണ്. കൊളംബിയ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള രാജ്യമൊക്കെ ആയിരിക്കണം. കൊളംബിയ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളിക്കാരന് ഇതുപോലെ പുള്ളി ജോലിക്കൊക്കെ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ഒരു അഭയാർത്ഥി പോലെ ഇങ്ങനെ നടക്കുവാണ് പാവം. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാനും കൂടി. പുള്ളി ബോർഡറിലോട്ട് പോയിട്ട് ബ്രസീൽ, ഞാൻ ബോർഡറിൽ പോയിട്ട് ബൊളീവിയ വഴി അർജൻറ്റീന. ഞാനും ബ്രോയും കൂടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. നല്ല വിശപ്പ്. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് കുറേ വണ്ടികൾ പോകുന്നു. കുറേ അല്ല, കുറച്ച് വണ്ടികൾ മാത്രമേ ഇതിലെ കൂടെ ആക്ച്വലി പോകുന്നുള്ളൂ കേട്ടോ, ഈ മരുഭൂമി കൂടെ. നമ്മുടെ ഫെർണാണ്ടോ നടന്നു പോയി. എൻ്റെ കൂടെ കുറേ പട്ടികളുണ്ട്. കടിക്കല്ലേ മുത്തേ. എന്താ കണ്ടിട്ട് എന്നെ വളഞ്ഞ്. ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തതാണ്. നോ 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 ഇറ്റ്സ് നോട്ട് ഗുഡ്. ചിലെ പോലീസിൻ്റെ കാറാണ് കേട്ടോ, നല്ല രസമുള്ള കളറ്. ഇവിടെ ചെക്കിങ് എന്തോ നടത്തുവാണ്, പോലീസ് ചെക്കിങ്. ഡോഗ് സ്ക്വാഡിൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഡോഗ് സ്ക്വാഡല്ല, ബോംബ് സ്ക്വാഡിൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ അവരിട്ടേക്കുന്നത്. ഒരു ട്രക്ക് ചേട്ടൻ്റെ കൂടെ ലിഫ്റ്റ് കിട്ടി. മുച്ചോ ഗ്രാസിയാസ്. തൂ ബൊളീവിയ? ബൊളീവിയക്കാരനാണ്, ബൊളീവിയൻ ഡ്രൈവർ വണ്ടിയാണ്. അങ്ങനെ കുറേ ആൾക്കാർ എല്ലാവരും ട്രക്കിൽ കയറി. ഇന്ന് ഭയങ്കര ഹാപ്പി കേട്ടോ. ഈ മരുഭൂമി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടെന്ന് അറിയില്ല, മരുഭൂമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഡ്രൈ ലാൻഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ എന്ത് രസമല്ലേ, അയ്യോ എന്താ ഭംഗി. നമ്മൾ പോകുന്നത് വാലിയിലൂടെയാണ്. പോകുന്ന വഴിയിൽ ധാരാളം മൈനുകളുണ്ട്. ഈ കാണുന്നതൊക്കെ മൈനാണ്. Amigo, por favor. Aquí desierto. ഫുള്ള് മരുഭൂമിയിലാണ്. 10 മണിയായി, രാത്രി 10 മണിയായി. നോക്കട്ടെ, 10 മണിയായി. പുള്ളിക്കാരൻ എന്നെ ഇവിടെ ആക്കി കേട്ടോ. ഞാനിനി നടന്നു പോകണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ മാക്സിമം രാത്രി 12 മണി വരെ നടക്കും. 12 മണി വരെ നടക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി കിട്ടിയെങ്കിൽ വണ്ടിയിൽ പോവും. അല്ലെങ്കിൽ 12 മണി വരെ നടന്നിട്ട് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കിടക്കും കേട്ടോ. കാരണം ഞാൻ ബൊളീവിയയിലോട്ടാണ് പോകുന്നത്. അമ്മോ എന്ത് രസം ആകാശം. ഈ ക്യാമറ കാണിച്ചു തരാൻ പറ്റൂലല്ലോ. അടിപൊളി കേട്ടോ, സ്റ്റാർ കേട്ടോ ഫുള്ള്. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റ് കൂടെ ഇട്ടിട്ട് നടക്കാം. ആകാശത്ത് കാണിച്ചു തരാൻ പറ്റൂല കേട്ടോ സ്റ്റാർ. അത് ഫ്ലാഷ് ലൈറ്റ് ആണ്, അത് അടുത്ത സ്ട്രീറ്റ് ലൈറ്റാ. അങ്ങനെ അവസാനം ഞാൻ എനിക്ക് വയ്യ കേട്ടോ, തലയൊക്കെ വേദന അടിക്കുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിലൂടെ നടന്ന് അവസാനം ഞാൻ ബോർഡറിലെത്തി. തടുപ്പ്, തലവേദന. ഞാൻ ചില കഴിഞ്ഞു, എക്സിറ്റ് കഴിഞ്ഞു. ഇനി ബൊളീവിയയിലോട്ട് എൻട്രി ആണ്. എൻ്റെ ബൊളീവിയൻ വിസ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആയി കേട്ടോ. എങ്ങനെ കയറാൻ പറ്റുമോ നോക്കണം, കാണിച്ചു തരാം. ഫുള്ള് ഡാമേജ് ആയിരിക്കുകയാണ് എൻ്റെ ബൊളീവിയൻ വിസ. ഇതാണ് കേട്ടോ എൻ്റെ ബൊളീവിയൻ വിസ. എല്ലാം മാഞ്ഞുപോയി. നോക്കിക്കേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് കേട്ടോ. എൻ്റെ പഴയ പാസ്പോർട്ടിലാണ് എൻ്റെ വിസ ഉള്ളത്. എൻ്റെ പുതിയ പാസ്പോർട്ടിൽ വിസ ഇല്ല. എനിക്ക് വിസ വേണം ഈ രാജ്യത്ത് കയറാനായിട്ട്. ഞാനിവിടെ വന്ന് പാസ്പോർട്ട് എടുത്തു. എൻ്റെ അമേരിക്കൻ വിസ പോലും നോക്കാതെ അവരെന്നെ കയറ്റി വിട്ടു കേട്ടോ. അവരെൻ്റെ കമ്പ്യൂട്ടറിൽ അടിച്ചു. അവരെനിക്ക് സ്റ്റാമ്പ് തന്നു. ഇവിടെ ഉള്ള എംബസിക്കാർ, എമിഗ്രേഷൻ ഓഫീസേഴ്സിനും ഒരു വിവരമില്ല. കാരണം ചിലയിലെ ഓഫീസർ എൻ്റെ പഴയ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്താൽ പോയി. അത് ക്യാൻസലായ പാസ്പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് ക്യാൻസലായതാണ്. അവർ പറഞ്ഞു അതെങ്ങനെ ക്യാൻസലായി? അതാണ് ഇതിലടിക്കാമല്ലോ, ഇതിൽ സ്പേസ് ഉണ്ടല്ലോ. എൻ്റെ അമ്മോ,
വിസ ഇല്ലാതെ ഈ ബോർഡറിൽ വന്നാൽ ഞാൻ കേട്ടോ $50 എനിക്ക് നഷ്ടമായി. $50 നഷ്ടമായി. പനാമ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ഞാൻ വിസ എടുത്തത്. ആ പൈസയും നഷ്ടമായി, സമയവും നഷ്ടമായി. ഇവിടെ നിന്നാണെങ്കിൽ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, ഇവിടെ എല്ലാവർക്കും മുല്ലാക്കന്മാരെ പോലുള്ള തൊപ്പിയാണ് കേട്ടോ ഇവിടെയുള്ള സ്ത്രീകൾക്ക്. കണ്ടോ, ഞാൻ ഏതോ ഒരു ബസ്സിൽ കയറിയിരുന്നു. അവർ ടിക്കറ്റൊന്നും എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ടിക്കറ്റ് ലോങ് ബസ്സാണ്, അത്ര എടുക്കണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വിട്ടുന്നു കേട്ടോ, ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഛർദ്ദിക്കാനൊക്കെ വിട്ടുന്നു. സത്യം പറഞ്ഞാൽ ഫുള്ള് നിങ്ങൾ വിചാരിക്കുന്നതല്ല കേട്ടോ, മലകളുടെ എക്സ്ട്രീം മലകൾ കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, ഇനി ഫോൺ പോലും പുറത്തെടുക്കാൻ പറ്റില്ല. ഞാൻ നടന്നത് തന്നെ എങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അയ്യോ, 10 മണിക്ക് തുടങ്ങിയ നടത്തം ഇപ്പം 2 മണിയായിട്ടുണ്ട്. എനിക്കൊട്ടും വയ്യ കേട്ടോ. ഞാൻ കയ്യിലുള്ള omega-3 ഒക്കെയാണ് കഴിക്കുന്നത്. omega-3 ട്രെയിൽ മിക്സ്, കുറച്ച് നട്ട്സാണ്. ഇവിടെ ബസ് കൊണ്ടുവന്ന് ഇവിടെ എവിടെയോ നിർത്തി. ഇനി കാറിൽ പോവാണ്. കാറിലൊരു ചേച്ചി, ഒരു പുള്ളിക്കാരി എന്നെ സഹായിക്കുന്നു. അവരെന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ബസ് എടുക്കേണ്ട സ്ഥലത്തോട്ട്. ഇവിടെ ഓരോ ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ട്, തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് കേട്ടോ. ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ ബ്ലാക്ക് ഔട്ടോ എന്തോ ആണെന്ന് പറയുന്നു, അതുകൊണ്ട് നടക്കണമെന്ന്. ഇവിടെ നിന്നുണ്ട് മെയിൻ ഹൈവേയിൽ വന്നിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോവാ. പാതിരാത്രി കേട്ടോ. ആൾക്കാരെല്ലാം എന്തോ നടന്നു പോയി, അവിടെ എല്ലാം വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നു. ഇവിടെ എന്തോ ബ്ലാക്ക് ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ബ്ലാക്ക് ഔട്ടാണെന്തോ. കുറേ ആൾക്കാർ നടന്നിട്ട് ഇനി ആ വണ്ടി അങ്ങോട്ട് പോകും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ വീണ്ടും കയറി വന്നു. ആളുകളൊക്കെ വലിയ പരിഭ്രാന്തിയോടെ നടക്കുന്നു. 3 മണിക്കൂർ നടക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അവരെന്നെ വിളിച്ച് ഈ വണ്ടി കയറ്റിയിട്ട് തിരിച്ചു പോവാണ്. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചു പോവാണ്. എന്ത് നടക്കുന്നു ഒന്നും അറിഞ്ഞൂടാ. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവർക്ക് കറക്റ്റ് പറഞ്ഞുതരാനും പറ്റുന്നില്ല. ബ്ലാക്ക് എയ്ഡ് എന്തോ ലോകം അവസാനിക്കാൻ പോകുന്ന ഒരു ഫീൽ കേട്ടോ. കാരണം ആളുകളുടെ പരിഭ്രാന്തിയും ഇതും എന്ത് നടക്കുന്നതാണോ ഇവിടെ. നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ തന്നെ ഇറങ്ങി. അപ്പോൾ തന്നെ ഇവിടെ സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നമാണെന്നൊന്നും ഒന്നും അറിഞ്ഞൂടാ. കുഞ്ഞു ഇതുപോലത്തെ വണ്ടികളേ ഉള്ളൂ കേട്ടോ. ഇവരെല്ലാവരും മുസ്ലിങ്ങളെ പോലെ തൊപ്പി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. സ്ത്രീകളെല്ലാവരും ഇതുപോലത്തെ തൊപ്പി, ആണുങ്ങളൊക്കെ ഇതുപോലത്തുള്ള തൊപ്പിയാണ് കേട്ടോ. ആണുങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കാണാനായിട്ട് സാധിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്, ഇതിൻ്റെ പേരും മറന്നതെല്ലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. ഇവിടെ രാവിലെ തന്നെ വന്നിരുന്ന് ഒരു ചായയും സാൻഡ്വിച്ച് കഴിക്കുകയാണ്. ബോൺ പ്രവേശോ. അപ്പോൾ നല്ലൊരു സ്ത്രീ കേട്ടോ. എനിക്ക് എല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലായി. അതായത് ഒറൂറോ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ വിലക്കയറ്റം പ്രമാണിച്ച് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. അങ്ങനെയാണ് വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല. നമ്മൾ എവിടെയോ കൊണ്ടാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് 3 മണിക്കൂർ നടക്കണം കേട്ടോ, ഒരൂർ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഇവിടെ എല്ലാ ആൾക്കാരും ഇതുപോലെ പുതപ്പും മുടിയാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് തണുപ്പാണ്. പിന്നെ ഇവരുടെ മുടിയെല്ലാം നീളത്തിൽ വളർത്തിയിരിക്കും ഇവിടെ ഉള്ള ആളുകൾ ഇല്ലേ. ഇവിടുത്തെ അപ്പന്മാരെല്ലാം ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ, ക്യൂ ആയിട്ട്. ചിന്തനയില്ല, പല സംഭവങ്ങൾ എന്തൊക്കെയോ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്കാണ്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ അതൊന്നും നടക്കുന്നില്ല. പിന്നെ തിരിച്ച് ക്യാപിറ്റലിൽ പോയിട്ട് വേറെ സ്ഥലത്ത് പോകാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് വണ്ടിയില്ല, ഒരു സ്ഥലത്തൊന്നും വണ്ടിയില്ല. ഇപ്പോൾ ഉള്ള വണ്ടികൾ പിടിച്ച് കയറാൻ വേണ്ടി എങ്ങനെയോ വരിയിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ആളുകൾ കുറേ ഉണ്ട്. വണ്ടിക്കെല്ലാം നല്ല പൈസ, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ്. അറിയാതെ ബൊളീവിയയിൽ വന്നു കേട്ടോ, പെട്ടുപോകുന്നോ. അമ്മയെ പോലെ തന്നെ എൻ്റെ കൂടെ എന്താ പറയുക, എന്നെ ബസ്സിലാക്കുന്നത് വരെ എന്നെ ഇവിടെ സേഫായിട്ട് ആക്കാൻ വേണ്ടി എന്നെ ഭയങ്കര സ്നേഹം കേട്ടോ. മുച്ചോ ഗ്രാസിയാസ്. തൂ മിസ് മോമി മമ്മ. ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തതാണ് കേട്ടോ, നല്ല ടയേർഡായിരുന്നു. എൻ്റെ അടുത്ത് എന്ത് സ്നേഹമായിരുന്നു എന്നാ. പുള്ളിക്കാരിക്ക് ഇനി എന്നെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു. അവർ ചിലയിന്ന് വന്നതാണ്. കാരണം പുള്ളിക്കാരിയുടെ അമ്മ ബൊലീവിയക്കാരിയാണ്. അപ്പം ബൊലീവിയയിൽ പെൻഷൻ കിട്ടും, പെൻഷൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ഇതിന്റെ അകത്തൂടെ കയറണം. നമ്മള് ബൊളീവിയയിൽ വന്നിട്ട് Chao, muchas gracias.
ബൈ. നീ ടെലിഫോൺ ഓക്കെ. ആ കേട്ടോ, എനിക്ക് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം വണ്ടി വന്നു. ഇതിലാണ് കേട്ടോ ആൾക്കാരൊക്കെ. ഹലോ കൊമോസാസ്. ഇവരൊക്കെയാണ് എൻ്റെ വണ്ടിയിലുള്ള ആൾക്കാർ. ഇങ്ങനെ പോവേണ്ടി വന്നുള്ള അവസ്ഥയാണ് ഇപ്പം. നമ്മുടെ അമ്മ നോക്കിക്കേ, 88 വയസ്സുള്ള പുള്ളിക്കാരിയാണ് കേട്ടോ. 88 വയസ്സാണ് പുള്ളിക്കാരിക്ക്. ചോ സി പാങ് കേട്ടോ. അയ്യോ, എൻ്റെ അടുത്ത് എന്ത് സ്നേഹമായിരുന്നോ. ഇനി ഫൈനലിൽ ഞാൻ കൊച്ചമ്പാവയിലോട്ട് ഇവരുടെ കൂടെ. ഒരു വണ്ടിയില്ല കേട്ടോ പോവാനായിട്ട്. ഒന്നിനും ഉള്ള വണ്ടികളിലൊക്കെയാണ് പോകുന്നത്. ഗ്യാസ് ഇല്ലാതെ കിടക്കുന്ന വണ്ടികളാണ് ഈ കാണുന്നതെല്ലാം. ആളുകളൊക്കെ നോക്കിക്കേ, നടന്നൊക്കെയാണ് പോകുന്നത്. ഇവിടെ വണ്ടിയില്ല, വള്ളമില്ല, എല്ലാം വഴിയിൽ ഇങ്ങനെ കിടക്കുവാണ്. ട്രക്കിൽ ഒന്നും ഒഴിക്കാനായിട്ടുള്ള എണ്ണയില്ല ഈ ഒരു ഭാഗത്തോട്ട്, ഈ ഒരു പ്രൊവിൻസിലൊക്കെ. ഓ, ഇവിടെ എല്ലാം ഇതുപോലെ ചുടുകട്ടയുള്ള വീടുകളാണ്. ആളുകൾ എല്ലാവരും നടന്ന് പോകുന്നു. വണ്ടികളെല്ലാം റോഡിൽ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക. അവിടേക്ക് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുവാണ്. എന്തിനൊക്കെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുക. അവരൊക്കെ ഏത് വഴി പോകണമെന്ന് റോഡ് കണ്ടുപിടിക്കുകയാണ്. കാരണം റോഡൊന്നും ഇല്ലല്ലോ, മലകൾക്കിടയ്ക്കൂടെയൊക്കെയാണ് പോകേണ്ടത്. കാരണം ഫുള്ള് ബ്ലോക്കേഡാണ്. അതുകൊണ്ട് ആ ട്രക്കും ഈ ട്രക്കും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, സുഡാനിൽ ഞാൻ ഇതുപോലെ ഒരു ട്രക്കിലാണ് കേട്ടോ യുദ്ധസമയത്ത് അവിടെ നിന്ന് കന്നുകാലികളെ കയറ്റുന്ന പോലെ നമ്മളെല്ലാവരെയും കയറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി മലയിൽ കൂടെയൊക്കെ പോയത്. ഒരു 2 ഉറക്കം കഴിഞ്ഞു. വണ്ടി കുലുങ്ങി നമ്മള് പോകുന്ന വഴികള് ഇവിടെ ഇവരൊക്കെ തണുത്ത് വറച്ച് കിടക്കുക. അമ്മച്ചിമാര് ലോറിയൊക്കെ തടയുന്നു. നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾ ഒരു വിധത്തിൽ വിടുന്നില്ല കേട്ടോ. എനിക്കൊന്ന് അവരുടെ സ്ഥലത്തിൽ കൂടെ പോകുന്നോണ്ടായിരിക്കണം. പുള്ളിക്കാരൻ കുറച്ച് കോയിൻസ് കൊടുത്തു. സന്തോഷമായി. അവർ മാറിപ്പോയി. പൈസക്ക് വേണ്ടിയാണ് കേട്ടോ. എനിക്കൊന്ന് അവരുടെ വീടാണ് ഈ കാണുന്നതൊക്കെ. സ്ഥലത്തും താണ്ടെ പൈസക്ക് വേണ്ടി ഇരിക്കുന്നതാണ്. ആൾക്കാർ മുതലെടുക്കുവാണ് കേട്ടോ ഈ സിറ്റുവേഷൻ. മഴ ആയതുകൊണ്ട് നമ്മൾ ടാർപ്പാളിനെ കേട്ടു കേട്ടോ. തണുത്ത വിറച്ചാണ് ഇരിക്കുന്നത്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ്. അങ്ങനെ അവസാനം എല്ലാവരും ഇറങ്ങുവാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന്. എൻ്റെ തലവേദന എടുക്കുന്നു കേട്ടോ. തല നല്ല വേദന. ഇവിടെ ഈ രാജ്യത്തിന് നാഷണൽ ലെവലിൽ അവരെന്തോ സ്ട്രൈക്ക് വരുത്തിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫുള്ള് ബസ് സ്റ്റോപ്പിലെല്ലാം ഫുള്ള് തിരക്ക് കേട്ടോ, തിക്കും തിരക്കും. ഞാനതുകൊണ്ട് ഈ രാജ്യം പെട്ടെന്ന് ബസ് കയറി വിടാൻ വേണ്ടി പോകുന്നു. ഒരു കടയിൽ വന്നിട്ട് നല്ലതുപോലെ ഭക്ഷണം വെട്ടി വിഴുങ്ങി. അത്രയും സമയം ഫോൺ ചാർജ് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫോണിൽ ചാർജ് ഇല്ല. പവർ ബാങ്ക് അവിടെ തന്നെ ഇട്ടേക്കുവാണ്. ഞാനിനി ബസ് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് പുതിയ സിമ്മൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. ഇവിടുത്തെ തിരക്ക് എന്തോ, എനിക്ക് ഇത്രയും തിരക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു എക്സോഷൻ, ആ ഒരു ഫീൽ കേട്ടോ. ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് എനിക്കിപ്പം. ബസ്സിന്റെ ടിക്കറ്റ് തന്ന ആൾക്കാർ എവിടെ പോയാൽ കേട്ടോ. ഈ ബസ് എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഇവിടെ ലാപ്പാസ് സാന്താക്രൂസ് 15. അങ്ങനെ നമ്മുടെ ബസ് ഈ കാണുന്നതാണ്. ഈ കാണുന്ന ബസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കംഫർട്ട്, ലക്ഷറി കുറഞ്ഞത്, അങ്ങനെ പലതരത്തിലുണ്ട്. ഞാൻ ഏറ്റവും ലക്ഷറി കുറഞ്ഞത് നോക്കി എടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം അതുപോലെ ഇരിക്കേണ്ട നല്ല ബസ്സായിരുന്നേനെ. ധാരാളം കേട്ടോ, നല്ല സീറ്റ് തന്നെ, കുഴപ്പമൊന്നുമില്ല. അയ്യോ, ചരിയാൻ പറ്റൂല എന്ന് തോന്നുന്നു കേട്ടോ ഈ സീറ്റ്. ചരിയാനൊക്കെ പറ്റും, കുഴപ്പമില്ല.